ഒരു ദിവസം രാവിലെ ശുട്ടുമണി പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ തലയിൽ പെട്ടെന്ന് എന്തോ ചൊറിയുന്ന പോലെ തോന്നി. കൈ വെച്ച് നോക്കിയപ്പോൾ ചെറിയൊരു മുഴ. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. നെറ്റിയിൽ ഇതേ ഒരു ചെറിയ പിങ്ക് കളർ നീരാളി വളരുകയാണ്. ശുട്ടുമണി അതിനെ വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും അത് അവളുടെ ശരീരത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കൊണ്ട് കിട്ടുന്നുമില്ല. അവൾ വളരുന്നതിനോടൊപ്പം തന്നെ ഈ നീരാളിയും വലുതാവാൻ തുടങ്ങി. അമ്മ അറിയരുതെന്ന് വിചാരിച്ച് ശുട്ടുമണി മുടി കൊണ്ടൊക്കെ അതിനെ മറയ്ക്കാൻ വേണ്ടി നോക്കി. പക്ഷെ നീരാളിയുടെ കുസൃതി കൈകൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരും. ഒരിക്കലൊരു പാത്രം പൊട്ടിയ ശബ്ദം കേട്ട് അമ്മ എത്തിയപ്പോൾ ദേ സത്യം മനസ്സിലായി. തലയിൽ വലുതാകുന്ന നീരാളിയെ കണ്ട് പേടിച്ച അമ്മ അവളെ വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ അവളെ പരിശോധിച്ചു. പക്ഷെ അവൾക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. കാരണം നീരാളി അവൾക്ക് കുറച്ച് ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ ദിവസം കൂടുന്തോറും ഈ നീരാളിയുടെ കുസൃതികൾ കൂടിക്കൊണ്ടേയിരുന്നു. ഡോക്ടർ സർജറി ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ അവൾ പേടിച്ചു ആശുപത്രിയിൽ നിന്ന് ഓടി. ഒരു കുളത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ ഈ നീരാളി അവളെ വെള്ളത്തിലേക്ക് വലിച്ചഴച്ചു. മുങ്ങുമ്പോഴും അവൾ ധൈര്യം കൈവിടാതെ ഒരു ലൈഫ് റിങ് ഈ നീരാളിയുടെ തലയിലിട്ട് കൊടുത്ത് വേഗം കരയിലേക്ക് കയറി. അങ്ങനെ ദിവസം കഴിയുന്തോറും ഈ നീരാളി ഭീകരമായി വരികയായിരുന്നു. ഒരു ദിവസം പെയിന്റിങ് ചെയ്യുമ്പോൾ അത് അവളുടെ കഴുത്തിൽ മുറുകെ പിടിച്ചു. ശ്വാസം കിട്ടാതെ അവൾ അങ്ങ് പേടിച്ചുപോയി. സ്വൈര്യം പോയ ശുട്ടുമണി അവസാനം സർജറിക്ക് റെഡിയായി. സർജറി കഴിഞ്ഞ് അവൾ കണ്ണു തുറന്നപ്പോൾ തലയിലെ നീരാളിയൊക്കെ പമ്പ കടന്നു. അതിനെ വേഗം കടലിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കീബോർഡിലെ ആദ്യത്തെ ഇമോജി ഏതെന്ന് കമന്റ് ചെയ്യും.